വർഷത്തിലൊരിക്കൽ ഒന്ന് നമ്മൾ കണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയും ഒരു അൾട്രാസൗണ്ട് എടുത്ത് വീണ്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ഇതൊക്കെ എപ്പോൾ വരുന്നുണ്ടോ? കാരണം ഇതൊക്കെ എപ്പോഴും റെക്കറൻസ് ഉള്ള ഡിസീസസ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ആയുർവേദത്തിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് പ്രീ കൺസെപ്ഷണൽ കെയർ എന്നാണ് പറയുക, ഗർഭപൂർവ്വചര്യ. അതായത് പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയും അവരുടെ പാർട്ട്ണർ ആരാണോ അവരും ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രസൂതി സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില മാം ആണ്. മാം സ്വാഗതം. ഒരു സ്ത്രീ എന്ന നിലയിൽ, അതിപ്പോൾ പ്രഗ്നൻ്റ് ആയ സ്ത്രീ എന്നുള്ളതല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ ഏത് സമയത്താണ് നമ്മളൊരു ഗൈനക്കിനെ കാണേണ്ടത്? അത് എത്ര പ്രാവശ്യം നമ്മൾ വർഷത്തിൽ എത്ര തവണ കാണേണ്ടി വരും? ഇപ്പോൾ നമ്മുടെ ഒരു ആർത്തവം വളരെ ക്രമമായിട്ട് വരുന്നു, അതായത് മാസത്തിൽ ഒരിക്കൽ വരുന്നു. ഒരു 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ അത് നിൽക്കുന്നു. നമുക്കൊരു ദിവസം ഒരു 3-4 പാഡ്സേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇങ്ങനെ നോർമലി പോകുന്ന ഒരു ആർത്തവ ചക്രമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് യാതൊരു തരം ഗർഭാശയ അണ്ഡാശയ രോഗങ്ങളില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പിന്നെ വെള്ളപോക്കോ അടിവയറ് വേദന അങ്ങനെയുള്ള ഒരു ലക്ഷണവും ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസും ഇല്ല എന്ന് ഉറപ്പുവരുത്താം. അപ്പം ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തിലാണ് നമ്മൾ ആരംഭത്തിൽ ഡോക്ടറിനെ കാണേണ്ടത്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ നമ്മൾ ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ പീരിയോഡിക്കലി കാണേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യം, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അതിന് ശേഷം പിന്നെ ഡോക്ടറെ എനിക്കിനി കാണേ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് ചില പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എന്നാലും ചെറിയ സിമ്പിൾ പ്രശ്നങ്ങളൊക്കെ കാണുള്ളൂ. എന്നിരുന്നാലും വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഗൈനക്ക് ഈ ഒരു സ്കാനിങ്ങും ഒക്കെ നടത്തിയിട്ട് കൺസൾട്ട് ചെയ്യാം. അതായത് ഫോളോ അപ്പ് വേണ്ടത് എപ്പോഴെന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രീവിയസ്ലി ഒരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു, പ്രീവിയസ്ലി നമുക്കൊരു ഓവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ചികിത്സിച്ചു. തൽക്കാലം നമ്മൾ നോക്കുമ്പോൾ അതൊന്ന് സബ്സൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അത്തരം ലക്ഷണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുള്ളവർ വർഷത്തിലൊരിക്കൽ ഒന്ന് നമ്മൾ കണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയും ഒരു അൾട്രാസൗണ്ട് എടുത്ത് വീണ്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ഇതൊക്കെ എപ്പോൾ വരുന്നുണ്ടോ? കാരണം ഇതൊക്കെ എപ്പോഴും റെക്കറൻസ് ഉള്ള ഡിസീസസ് ആണ്. എപ്പോൾ വേണമെങ്കിലും റെക്കർ ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ ഒരു സ്കാൻ പരിശോധന ചെയ്ത് ഇതൊന്നും ഇല്ല എന്നൊന്നും ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അതർവൈസ് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഈ പ്രഗ്നന്റ് ആവാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി ഇപ്പോൾ ഉള്ളവർക്ക് എന്ത് ഉപദേശമായിരിക്കും ഡോക്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പ്രഗ്നൻസി എപ്പോഴും സേഫ് ആൻഡ് ഹെൽത്തി ആവാൻ ഓൾവേസ് പ്ലാൻ യുവർ പ്രഗ്നൻസി എന്നുള്ളതാണ്. പ്രഗ്നൻസി എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 3 മാസം മുമ്പ് മുതൽ ശ്രദ്ധിക്കുക. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസ്, ഈ മെഡിസിൻസ് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യാമോ ഇല്ലയോ എന്ന് ഡോക്ടറുമായി ചർച്ച നടത്തി ഉറപ്പിക്കുക. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോസിൽ ഈ മെഡിസിൻ എനിക്ക് കഴിക്കാമോ? അതല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും വേണ്ടി വരിക. അത് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു പ്രിവെൻറ്റീവ് സ്റ്റെപ്പാണ്. കാരണം ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ട് കൺസീവ് ചെയ്യുവാണെങ്കിൽ അത് കുട്ടിക്ക് പലതരം വൈകല്യങ്ങളിലേക്ക് നയിക്കാനിട വരും. അപ്പോൾ കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നിലവിലുള്ള രോഗങ്ങൾ, ആർത്തവ ക്രമക്കേടുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, രക്തക്കുറവ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്രീ എക്സിസ്റ്റിങ് നമുക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കിയതിന് ശേഷം മാത്രം കൺസീവ് ചെയ്യുക. ഈ രക്തക്കുറവ് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായ ഒരു കണ്ടീഷനാണ്. ഇത് ഗർഭാവസ്ഥയിലായി കഴിയുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റിംഗ് ആണ്. പ്രഗ്നൻസി അനീമിയ എന്ന് പറയുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ഈ രക്തക്കുറവിനെ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം മാത്രം കൺസീവ് ചെയ്യുക. ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹോർമോൺ തകരാറിന്റെ ഒരു ലക്ഷണമാണത്. അത് ചികിത്സിച്ച് ഭേദമാക്കി കറക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം കൺസീവ് ചെയ്യുക. ഇത് രണ്ടും പ്രധാനമാണ്. പിന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ആയുർവേദത്തിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് പ്രീ കൺസെപ്ഷണൽ കെയർ എന്നാണ് പറയുക, ഗർഭപൂർവ്വചര്യ. അതായത് പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയും അവരുടെ പാർട്ട്ണർ ആരാണോ അവരും ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ.
അതായത് സ്ത്രീകൾ കൂടുതലായിട്ടും ആഹാരത്തിൽ ഉഴുന്ന്, എള്ള് എന്നിവ ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താ പറഞ്ഞാൽ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, കാൽഷ്യം, ഇതിന്റെ എല്ലാം ഒരു റിച്ച് സോഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗാമേറ്റ്സിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ പുരുഷന്മാര് പാല്, നെയ്യ്, വെണ്ണ ഇത് കൂടുതലായി ഉപയോഗിക്കണം. അതും ഈ സ്പേമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അങ്ങനെ കഴിച്ചുകൊണ്ടും അതുപോലെ ശരീരത്തിനൊരു ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ധാരാളം ടോക്സിൻസ് ഉണ്ട്. അപ്പൊ ഈ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ശോധന ചികിത്സ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇത്രയും ഒരു പ്രിവെന്റീവ് സ്റ്റെപ്പ് എടുത്തിട്ട് കൺസീവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രീ കൺസെപ്ഷണൽ കെയർ എന്നാണ് ഇതിന് പറയുക. ഇത് എല്ലാ സ്ത്രീകളും ഒന്ന് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയും ഒരു പ്രീ കൺസെപ്ഷണൽ കെയർ എടുക്കുകയും ചെയ്താൽ നമുക്ക് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ വെയിറ്റിന്റെ കാര്യം, ഒരു പ്രീ പ്രഗ്നന്റ് നമുക്കൊരു ഓവർ വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കൺസീവ് ചെയ്യുക. കാരണം പ്രഗ്നൻസി ഡെഫിനറ്റ്ലി വെയിറ്റ് ഗെയിൻ്റെ ഒരു പീരീഡ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഒബീസോ ഓവർ വെയിറ്റോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അത് പിന്നെ വേഴ്സൺ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചതിന് ശേഷം കൺസീവ് ചെയ്യുക. ഓക്കെ താങ്ക് യു ഡോക്ടർ. ഒരുപാട് സംശയങ്ങൾ ഇതിലൂടെ ദൂരീകരിച്ചു. ഒരുപാട് പ്രേക്ഷകർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമായി കാണും എന്ന് തന്നെ വിചാരിക്കാം. എനിവേ താങ്ക് യു ഡോക്ടർ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.